Hello everyone, welcome to G-Pod. It's me Nafi. എല്ലാവർക്കും മക്കളെ G-Podലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. യെസ്, അപ്പോൾ ഇന്ന് ജൂൺ 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് കേരളത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ. രണ്ടാമത് നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ആഗ്രഹിച്ച സ്കൂളാണോ കിട്ടിയത് അല്ലയോ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനിയും നിങ്ങളെ കാത്ത് 2 അലോട്ട്മെന്റ് കൂടി ബാക്കിയുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റും ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ +1 അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും +1 ബന്ധപ്പെട്ട മൊത്തം അപ്ഡേറ്റ്സിനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ആരൊക്കെ +1 പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഇനിയും +1 ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കും. അപ്പോൾ +1 ഇനി 2 അലോട്ട്മെന്റുകൾ ബാക്കിയുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റും ഉണ്ട്, തേർഡ് അലോട്ട്മെന്റും ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ജൂൺ 10-ാം തീയതിയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10-ാം തീയതിയും തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16-ാം തീയതിയുമാണ് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ്. അപ്പം നിങ്ങളെക്കാത്ത് ഇനിയും 2 അലോട്ട്മെന്റ് കൂടിയുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10-നാണ്, തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16-നാണ്. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്ത ആളുകളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഈ 2 അലോട്ട്മെന്റിൽ നിങ്ങൾ കുറേ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, സീറ്റ് കിട്ടും. ഇനി ഈ 2 അലോട്ട്മെന്റിന് ശേഷവും സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ചിലപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് എന്ത് കിട്ടിയേക്കാം, സീറ്റ് കിട്ടിയേക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സ്കൂളിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷനെങ്കിലും എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ, നിങ്ങൾ അവിടെ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ടെമ്പററി ആയിട്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് പുറത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കണമെന്നില്ല. ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുത്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജൂൺ 10 നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, ജൂൺ 16 നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് ജൂൺ 10 സെക്കൻഡ് അലോട്ട്മെന്റും ജൂൺ 16 തേർഡ് അലോട്ട്മെന്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയേക്കാം. ഇനി നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതെങ്കിൽ മിക്കവാറും ഇന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നിങ്ങളുടെ സീനിയേഴ്സിന് +1 റിസൾട്ട് വരാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂൾ എന്ത് ചെയ്യുക, ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂൾ ഒന്ന് വിളിച്ചിട്ട് ഇന്ന് വരണോ അല്ലെങ്കിൽ നാളെ വരണോ എന്ന് ചോദിച്ചു നോക്കുക. ചിലപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആക്കിയാൽ മതി. അഡ്മിഷൻ പോകുമ്പോൾ നിങ്ങളുടെ ID പ്രൂഫ്, അതേപോലെ തന്നെ ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾക്ക് ഇൻകമിൻ്റെ ബേസ് ചെയ്യുന്ന റിസർവേഷൻ, ആ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റീവ് സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങൾ +1 അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അഡ്മിഷൻ എടുക്കാൻ പോകാം. ഏകദേശം 700 രൂപയുടെ 800 രൂപയോളം എന്ത് ചെയ്യും, ഒരു അഡ്മിഷൻ ഫീസായിട്ട് അവർ വാങ്ങുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ജൂൺ 10 നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റും ജൂൺ 16 നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റും ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ അവിടെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യുന്നു, ഫോളോ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. It's me, Nafi, signing off. Bye.